വെടിവെക്കും പിന്നെ വെടിവെക്കും. ഞാൻ ഇങ്ങനെ റേഡിയോ നോക്കി ചുമ്മാ വെടിവെച്ച് ഇവര് വണ്ടി വരുമ്പോൾ ഞാൻ വെടിവെക്കത്തില്ല, നിർത്തും. എന്നിട്ട് വെടിവെക്കും. അല്ല ഒന്നാമത്തെ കേസ് അവൻ അതിന്റെ ഉള്ളിൽ കയറിയതാണ്. ഈ കുറച്ച് വേക്കൻസ് ഒന്ന് ഈ ഫയർ ചെയ്തതിന്റെ ഉള്ളിൽ ഓടിച്ചു വന്നാ ഒന്നാമത്. ഞാൻ അവന്റെ കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വേണ്ടോ കണ്ടോ കറക്റ്റ് റൈറ്റ് കാണോ കയറി വന്ന് കാണും. വണ്ടി അടിക്കുന്ന എന്തോന്ന് വണ്ടിയിലടിക്കുന്നത് ആര് വണ്ടിയിലടിച്ചു? കേട്ടില്ല. ആര് വണ്ടിയിലടിച്ചു? വണ്ടി അടിച്ചത് ഇപ്പൊ ആണോ? എന്നാ കൂട്ടിക്കോ, അങ്ങനെ തന്നെ കൂട്ടിക്കോ. നിനക്ക് അവരുടെ ഗ്യാങ്ങോസി മുന്നേ നമ്മ കൊണച്ച് പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് അവര് ഇറങ്ങിയില്ലല്ലോ. ഇത് സംസാരിച്ച് തീർക്കും. ഇവന്മാര് പറയും അറിയാത്തതാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹോക്കി എന്നൊക്കെ പറഞ്ഞ് എല്ലാം തീരുക. എന്നിട്ട് ഇതേപോലെ ഇവിടെ ക്രോസ് ഹെയറൊക്കെ തിരിച്ച് ഓഫ് ആക്കിയിട്ട് ഞാൻ തിരിച്ചും അടുത്ത സിറ്റുവേഷൻ ഇത് സോറി ഒക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി. ഞാൻ തിരിച്ചിറങ്ങി. ഇത് അവരുടെ വണ്ടി എല്ലാം പോലും അല്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ അടി ചെയ്തു. രണ്ടും സെയിം സ്ഥലമാണോ? സെയിം സ്ഥലം. ഞാൻ വെറുതെ അടിച്ചു കളിക്കും. സോറി പറഞ്ഞതാ. അമ്മയുടെ ഒന്ന് നിൽക്കും. ഞാനിപ്പം നിർത്തും, വെടി നിർത്തും. അതൊരു വള്ളിയാവേണ്ടത്. എന്റെ വണ്ടിക്ക് ടയറില്ല കേട്ടോ. എന്നെ അടിച്ച ഹെൽഫെയർ ആണ്. ഇതാ മുതുകിന്റെ പുറത്ത്. അടിച്ചാലോ? ആര് അടിച്ചെന്നാ? എടാ ഇവൻ തന്നെയല്ലേ പറഞ്ഞവന് സോറി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവനല്ലേ? ഇതാണ് സംഭവം. അതെ ഒരു മിനിറ്റ് അത് ബ്രോ നിങ്ങളുടെ കൂടെ ഉള്ളവന്മാരോട് പറഞ്ഞായിരുന്നേ. തിന്നിട്ട് എല്ലിന്റെ കുത്തിയിരിക്കുവായിരുന്നെങ്കിലേ അപ്പൊ ആലോചിച്ചിട്ടും കണ്ടൊക്കെ അടിക്കണായിരുന്നു. ഇതിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ കരയേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കൊണയടി കുറച്ചായിരുന്നു നമ്മളൊന്ന് ആലോചിക്കായിരുന്നു. നിന്റെ ഗ്യാങ്സിനോട് നമ്മൾ നിന്റെ കൊണയടി ആ ലെവലിലായിരുന്നേ. അവന് വിടാൻ തീരുമാനിക്കുന്നില്ല, മനസ്സിലായോ? നീ ഗ്യാങ്സിന്റെ വെളിയിൽ എപ്പോ ഇറങ്ങണം നിന്നെയൊക്കെ അടിച്ചു കത്തിക്കും. എടാ നിങ്ങളൊരു സിറ്റുവേഷന്റെ ഇടയിലല്ലേ വേറൊരു സിറ്റുവേഷൻ എടുത്തേ? അതെന്തിനാ അങ്ങനെ എടുത്തേ? അല്ല ബ്രോ, അവിടെ വന്നിട്ട് നമ്മളടുത്ത് നമുക്കറിയത്തില്ല കേവിയാന്ന് പറഞ്ഞ് സോറി പറഞ്ഞ് പോയി ബ്രോ. സോറി പറഞ്ഞ് പോയി രണ്ടാമത് വന്ന് പിന്നെ അടിച്ചു കൊന്നാ, മനസ്സിലായോ? കേവിയാന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അല്ലല്ല ഇവന്മാരുടെ കൂടെ മറ്റേ പേരെന്താ പിന്നെ പറഞ്ഞു റൗത്തറിനടുത്ത് ചോദിക്കും, നിന്റെ കൂടെ ഉള്ളവരോട് ചോദിക്കുക. അപ്പൊ അവൻ പറഞ്ഞു തരും കാര്യം എന്നാണ്. നീ അതൊന്ന് ഓരോരുത്തന്മാരെ ഓരോ കഥ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നിന്റെ കൂടെ ഉള്ളവന്മാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാതെ എന്നിട്ട് നമ്മളെ വിളി കേട്ടോ. എന്നിട്ട് നമ്മള് വേണേ ആലോചിക്കാൻ നിന്നെയൊക്കെ വെറുതെ വിട വേണ്ടത്. ഇപ്പൊ നമ്മളെന്താ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഗ്യാങ്സിന് പുറത്തിറങ്ങി ആരാണ് ഹോക്കി അടിച്ച? ആരാണ് അവന്റെ പേരെന്താ? കണ്ണൻ തോന്നുന്നു. അപ്പൊ കണ്ണന്റെ കണ്ണനെ ഉറക്കം കണ്ണാതി തൂങ്ങടാ. ഹലോ കണ്ണ മാത്രം പോരാ എന്റെ അടുത്ത് ഒന്ന് കൊണച്ചായിരുന്നു. മാരുടെ കൂടെയുള്ള വണ്ടിയിലുള്ളവന്മാര് കുറച്ചുപേര് ഹോക്കി എന്ന് പറഞ്ഞ് കരാന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഒന്ന് കൊണച്ചായിരുന്നു. പേരറിയില്ല, വണ്ടിക്കകത്തിരുന്ന പറഞ്ഞത്. കുറെ പേരുണ്ടായിരുന്നു, 2-3 പേരുണ്ടായിരുന്നു. ഒരു മിനിറ്റ് പറയാവേ. ഇപ്പൊ നമ്മള് ബാക്കിയുള്ള പറയാവേ. ഇപ്പൊ സിറ്റുവേഷൻ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കേക്കാവോ? ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്
എടാ നിനക്ക് കേക്കാവോ വാർച്ചാറ്റില് KVA സോറി എന്ന് പറഞ്ഞിട്ട് കണ്ണനും പിന്നെ ഈ കൊണച്ചോമാരെല്ലാം ഇടുവാണെങ്കിൽ നമ്മളിപ്പോ ബെല്ലാരി ആയിട്ടുള്ള സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും അടിച്ചിരിക്കും. അതിപ്പോ വേറാണ് എന്താന്ന് നമ്മൾ നോക്കത്തില്ല. കൊണച്ചോമാരല്ല മറ്റേ കണ്ണൻ മാത്രല്ല കൊണച്ചോമാരല്ല കേട്ടല്ലോ. പിന്നെ വേറെ ആദ്യം ഒരുത്തൻ നമ്പർ ചോദിച്ചു, ആദ്യം ഒരുത്തൻ വിളിച്ചായിരുന്നു, അവനെന്തോ ഓത്താനൊക്കെ പറഞ്ഞായിരുന്നു, അതും കൂടി അവനോട് ചേർത്തിട്ടേക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഈ താങ്ങല് ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഒരുത്തൻ പറയേണ്ടത്, അതാണ് ഏത് രീതിയിലാ താങ്ങി, ആരുടെ കുടിക്കാ താങ്ങിയെന്ന് നമുക്കറിയാൻ പറ്റില്ല, നമ്മുടെ അടുത്ത് വരേണ്ടെന്ന് പറഞ്ഞേക്കാൻ ഈ താങ്ങണ കേസും പറഞ്ഞോണ്ട്. അവൻ കണ്ടവരുടെ കുടിക്കൊക്കെ താങ്ങി കൊടുത്തിട്ടുണ്ടാവും, നമ്മുടെ അടുത്ത് പറഞ്ഞു വരേണ്ടെന്ന് പറഞ്ഞേക്കാൻ കേട്ടോ. താങ്ങി തന്നെ കൂട്ടിക്കോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതെന്തായാലും ഡീലി നമ്മൾ ആലോചിക്കാം കേട്ടോ. ഈ കൊണച്ചോമാര് വാർച്ചാറ്റില് കൊണച്ചോമാര് നേരിട്ട് കണ്ട് കൊണച്ചോമാരെല്ലാം സോറി ഇട്ട് കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഈ ബെല്ലാരി സിറ്റുവേഷൻ കഴിയുന്നവരെ വെറുതെ വിടും. അതിന്റെ ഇടയ്ക്ക് തന്നെ കയറി അടിക്കും കേട്ടോ. നീ കേക്കണ്ട, ഞാൻ പറഞ്ഞ കേക്കണ്ട നിനക്ക്. അപ്പൊ അങ്ങ് പറഞ്ഞേക്ക് കേട്ടോ. അവരെന്താ പറയുന്നത്? ഓക്കെ എടാ ഇനി സംസാരിച്ച ഓക്കെ എടാ നീയല്ലേ സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? പറയ് ഇനി പറയ്. അപ്പൊ അങ്ങനെ എന്തോ നമ്മളെ കൂട്ടത്തിലുള്ള ആരോ എന്തോ അവര് TV മെമ്പറാന്ന് എന്തോ പറഞ്ഞിട്ടാണ് ഇറങ്ങി. അപ്പൊ നോക്കിയപ്പോ വെടിവെക്കുന്നുണ്ടെന്ന് വിചാരിച്ചു പുള്ളി എന്തോ അടിക്കാൻ വേണ്ടി ഇറങ്ങി നിങ്ങളെ വണ്ടിയിൽ വെടിവെച്ചായിരുന്നു, ഒരു ബുള്ളറ്റ് നിങ്ങൾ വണ്ടി കൊണ്ടായിരുന്നു. എടാ ഹോക്കി നിന്റെ POവിൽ കൊണ്ടിട്ടില്ല, നമ്മുടെ POയിൽ കൊണ്ടിട്ടുണ്ടാ. എടാ അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് സോറി പറഞ്ഞായിരുന്നോ? നമ്മുടെ ഗ്യാങ് വണ്ടി കണ്ടിട്ടാണ് സോറി പറഞ്ഞത്. നിന്നെ അടിച്ച ആളല്ല, അവനറിയത്തില്ല കാര്യങ്ങൾ, വിചാരിച്ചു ടിവിയുടെ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പറയട്ടെ, ഓൾറെഡി തന്നെ നമ്മളെ സിറ്റിസൺ കുറെ പേര് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ച്. ഓൾറെഡി നമ്മളെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നമ്മളങ്ങനെ എടുത്തിട്ടില്ല. ഇത് രണ്ടാമത്തെ സിറ്റുവേഷനാണ്. ഡെഞ്ചി എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ആൾറെഡി നമ്മുടെ പൃഥ്വി കൊന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വിട്ടതാ. അല്ലല്ല അത് നിങ്ങളടുത്ത് പറഞ്ഞല്ലോ. അതിനുള്ള കാരണം ആരും പറഞ്ഞല്ലോ. റേഡിയോയിൽ എല്ലാവരും ഒന്ന് സോറി ഒന്ന് കാണട്ടെ. കറക്റ്റ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു അടിക്കും, നിങ്ങൾ വാറ അടിക്കൂല. പുറത്തിറങ്ങും പഠിക്കും. ഇല്ല നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ പത്ത് തെറ്റാ, നിങ്ങൾക്ക് തെറ്റു പറ്റിയ ആള് മാറി അടിച്ചു. അപ്പൊ നിങ്ങൾ സോറി ഇട്ടോ, നിങ്ങൾ അവിടെ പബ്ലിക് ആയിട്ട് ഒരു മുതുക്കുന്നാണ് അടിച്ചത്, പബ്ലിക് ആയിട്ട് ഒരു സോറി ഇട്ടോ. ഞാൻ ഒരു സോറി ഇട്ടാ മതിയാ. അല്ല അടിച്ച പയ്യനെ ഇട്ടാ മതി. ഒരു വെട്ട് ഇട്ടാ മതിയല്ല. ഒരു വെട്ട് ഇട്ടാ മതി. അടിച്ച പയ്യനെ ഇട്ടാ മതി. അപ്പൊ നിങ്ങൾ വിട്ടോ, നമ്മൾ ഇട്ടേക്കാം. കണ്ട അവരിടുന്നില്ല. എടാ ഒരു സെക്കൻഡ്, പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കണ്ട നിങ്ങൾ. എടാ ബാക്കിയുള്ളൊരു വണ്ടി കയറിക്കോ, അയ്യോ ഇത് മതിലിന്റെ വണ്ടിയല്ലേ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇവന്മാരെ ബോഡി എല്ലാം ഒരു വണ്ടിയിൽ എടുത്തിട്ടേ മുതുക്കി കൊണ്ടിട്ട് കത്തിക്കാം. അത് മതി. ഇവിടെ വെച്ചിട്ടൊന്നും ചെയ്യല്ലേ, മുതുക്കി കൊണ്ടിട്ട് കത്തിക്കാം. റോഡിലുണ്ടല്ലേ ഇവിടെ പെട്ടെന്ന് ഒരു വണ്ടി നോക്കിയേക്കൊന്ന് എടാ വണ്ടി കേട്ട് ഇല്ലെങ്കിൽ അവിടെ മറ്റേ PvP സിറ്റുവേഷൻ അടിച്ചിട്ട് വണ്ടിയൊക്കെ എടുത്തോണ്ട് പോയോ? മുതുക്കില് മുതുക്കിന്റെ ഫ്രണ്ട് വാ വേഗം. ബോഡിയല്ല ജീവനോടെ ഉണ്ട് ഒരാള്.
വേഗം വേഗം എടാ വണ്ടി ഇറങ്ങിയോ? എങ്ങോട്ട് ഓടുന്നു എങ്ങോട്ട് ഓടുന്നു? എടാ സേഫ് സോൺ എന്താ വഴി കയറല്? മുതുക്കില്ല ഇവിടെ എടാ ഒന്ന് ആരെങ്കിലേ ഹെൽപ്പ് ഫ്രൈ ആറ്റ് മുതുക്കെന്ന് പറഞ്ഞു തന്നിട്ടെ. വേറൊന്നും ഇടല്ലോ അല്ല ദാ ഇവിടെ ഇട്ടോ മുതുക്കിന്റെ ഫ്രണ്ട് ഇട്ടോ. അത് ആരാ കൊണ്ടുവന്നേ? മൊയ്തീനാണോ? ഇവിടെ ഇട്ടോ അങ്ങ് കൊണ്ടുപോകണ്ട. എടാ മുതുക്കിന്റെ ഫ്രണ്ട് ഇട്ട് കത്തിക്കുന്ന കൺസെപ്റ്റ് എല്ലാരും കാണാൻ വേണ്ടിയാ. അവരെണീറ്റ് ഓടിയാ നമ്മൾ അടിക്കും, അത്രേ ഉള്ളൂ. ആ ഇവിടെ ഇട്ടോ വണ്ടി ഇവിടെ ഇട്ടോ അവിടെ ഇട്ടോ. എടാ വേഗം വാ. ഈ ബോഡിയുടെ അടുത്ത് കൂട്ടിയിട്ടോ. അതുപോലെ ഒരു ഫോട്ടോ ഇട്ടോ, യെല്ലോ പേജിൽ ഒരു ഫോട്ടോ ഇട്ടോ ഇത് കത്തിച്ചിട്ട്. എന്താ എടാ വെയിറ്റ് ഇതൊരാൾ ഫോട്ടോ എടുക്കടാ. എടാ ബാറ്റ്മാനെ നീ ഒന്ന് ലൈവ് ഇട്ടേ. വേഗം വാ. ആണോ ലെഗസി ആണോ? മലയാളം അറിയാത്തമാരാണോടാ റേഡിയോയില് പോസ്റ്റ് എടുക്കാനാടാ ഇവനെ. എടാ അവിടെ വീണ്ടും അടിക്കണു. എന്തിനാ അടിക്കല്ലേടാ? റേഡിയോ പറയണ കേക്കണില്ലടാ. റേഡിയോ കേട്ടൂടെ? ഇവിടെ കാര്യം ചോദിക്കുക. അവൻ ഗണ്ണെടുത്തോണ്ടിരിക്കുമ്പോ എന്തെന്നാ ചെയ്യണ്ടേ? പരമാവധി വീഡിയോ ചെയ്യുന്നുണ്ട്. ബാക്കിൽ വണ്ടി വീഡിയോ വേണം മൊത്തം വീഡിയോ വേണം മാര് ഫുള്ള് വീഡിയോ വേണം. കാര്യം പറയട്ടെ, ഇവന്മാര് ബോഡി എല്ലാം ഒരു വണ്ടിയിൽ എടുത്തിട്ടേ എനിക്കായിട്ട് ഡൗണ് റോഡിലുണ്ടല്ലേ. എടാ ഇവിടെ പെട്ടെന്ന് വന്ന ഒരു വണ്ടി നോക്കിയേക്കൊന്ന്. ഇവിടുത്തെ കത്തിക്കരുത് മുതുക്കൊണ്ടേട്ടെ. പറയോ ഇപ്പഴേ ഒരു കോള് തരാം. ആരും കത്തിക്കരുത്. കത്തിച്ചാൽ അവര് WRV അടിച്ചു വിടും. വീഡിയോ കോള്